മൂകം കരോതി വാചാലം കർത്തും ദൈവമേ കൃപ തമഹമാക്കി പരമാനന്ദമാണ്. ഓം സ്ഥാപകായ ചക്രമസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരനിഷ്ഠായ ധർമ്മകൃഷ്ണായ ശ്രീരാമകൃഷ്ണ വചനാമൃതം. അത് മലയാളത്തിൽ എഴുതപ്പെട്ട ഒരു വിവർത്തനമാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ബംഗാളിയിൽ ശ്രീരാമകൃഷ്ണ ലീലാമൃതമായിട്ട് ആദ്യം പുറത്തു വന്നു. അതിനുശേഷം ഇംഗ്ലീഷിൽ ഗോസ്പൽ ഓഫ് ശ്രീരാമകൃഷ്ണൻ എന്നതിലേക്ക് വരികയുണ്ടായി. മലയാളത്തിലെ ശ്രീരാമകൃഷ്ണ വചനാമൃതം എന്ന പേരിലാണ് ആ പുസ്തകം എഴുതുന്നത്. ഈ വചനാമൃതമാണ് നമ്മളിന്ന് വായിക്കാൻ പോകുന്നത്. അതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഈ ശ്രീരാമകൃഷ്ണ വചനാമൃതം ഒരു മാജിക്കൽ ടെക്സ്റ്റ് ആയിട്ടാണ് അറിയുന്നത്. അത്രമാത്രം നമ്മുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുവാനുള്ള ഒരു ശക്തിവിശേഷം വചനാമൃതത്തിലുണ്ട്. അതില് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ശ്രീരാമകൃഷ്ണ വചനാമൃതത്തെ പറ്റി ഓരോരുത്തരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഉപരിപ്ലവമായിട്ടായിരിക്കും വചനാമൃതത്തിലേക്ക് നമുക്ക് കടന്നു പോകാൻ സാധിക്കും. അതിനുശേഷമാണ് നമുക്ക് ആഴങ്ങളിലേക്ക് തന്നെ ഇറങ്ങിപ്പോകാൻ ഒരു അവസരം ഉണ്ടാവും. കെ.എം. മുൻഷി ഇന്ത്യയുടെ വലിയൊരു പണ്ഡിതനായി അദ്ദേഹം വഴി ഭാരതീയ വിദ്യാഭ്യാസം സ്ഥാപിച്ചു. അദ്ദേഹം ശ്രീരാമകൃഷ്ണ വചനാമൃതത്തെ കുറിച്ച് പറഞ്ഞു കാര്യം അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അദ്ദേഹം പറയുന്നത് ശ്രീരാമകൃഷ്ണ വചനാമൃതവും ഭഗവത്ഗീതയും മാത്രമാണ് ഒറിജിനൽ ടെക്സ്റ്റായിട്ട് യഥാർത്ഥത്തിലുള്ള പുസ്തകമായിട്ട് നമുക്ക് കരുതാൻ സാധിക്കുക. അതെന്തുകൊണ്ടെന്നാൽ അതിലെ ഒരു പേജെങ്കിലും വായിച്ചാൽ ഏതൊരാളുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടായിരിക്കും. തീർച്ചയായും ഒരു പേജെങ്കിലും വായിച്ചവർക്ക് ആ പരിവർത്തനം ഉണ്ടായിട്ടുണ്ട്, ആ ആന്തരിക മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നത് ഏവർക്കും അനുഭവപ്പെടുന്ന കാര്യം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിനും ഭഗവത്ഗീതയ്ക്കും മാത്രമാണ് അങ്ങനെയൊരു വിശേഷണം നൽകാൻ സാധിക്കുകയാണ്. ഇത് കേവലം ഉപരിപ്ലവമായ ഒരു അഭിപ്രായമായിട്ട് നമുക്ക് കണ്ടുമുട്ടാമെങ്കിൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എത്രത്തോളം നമുക്ക് അതിനെ മനസ്സിലാക്കാൻ സാധിക്കും എന്നത് നമ്മൾ തിരിച്ചറിയേണ്ട ഒന്നാണ്. ഞാൻ പറഞ്ഞത് ഇത് ലോകം മുഴുവൻ പ്രചരിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ മാസ്തരികതയെ മനസ്സിലാക്കിയിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. സാധാരണക്കാർ മുതൽ വിഭാഗങ്ങളായിട്ടുള്ള ആളുകൾ വരെ അതിൻ്റെ അനുഭവസ്ഥരാണ്. ഇപ്പോൾ നമ്മൾ ലോകത്തെ തത്വചിന്തകന്മാരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കോളിൻ ന്യൂസൺ എന്ന് പറയുന്ന ഒരു പാശ്ചാത്യ അദ്ദേഹം പറയുകയാണ്, when I was a restless young student, I used to carry a copy of the Gospel of Sri Ramakrishna in my pocket. ഞാനൊരു യുവാവായിരുന്നപ്പോൾ ശ്രീ
ശ്രീരാമകൃഷ്ണ വചനങ്ങളുടെ കോപ്പി എപ്പോഴും പോക്കറ്റിൽ സൂക്ഷിക്കുക. അങ്ങനെ പാശ്ചാത്യ ചിന്തകന്മാർ എത്ര പേര് ശ്രീരാമകൃഷ്ണ വചനാമൃതത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നത് പഠനവിഷയമാക്കുന്ന കാര്യമാണ്. ഇനി ഇന്ത്യയിലേക്ക് വന്നില്ല. ആത്മകാലത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈശ്വരനെ വിഭാഗം കാണാം എന്നതിൻ്റെ ഒരു തെളിവാണ്, പ്രൂഫാണ് ശ്രീരാമകൃഷ്ണ വചനാമൃത. അത് ഈശ്വരനെ വിഭാഗം കാണാം എന്നൊരു പ്രൂഫാണ്. നമുക്ക് ബോധ്യം ലഭിക്കുക ഏതൊരു സാധാരണക്കാരൻ. ഇതൊക്കെ ഇതിൻ്റെ പരിക്രമമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി മലയാളക്കരയിലേക്ക് വരികയാണെങ്കിൽ മുത്തം നായർ സാർ പറയുകയാണ്, കൽക്കണ്ടത്തിൻ്റെ മാധുര്യം കാട്ടുതേനിൻ്റെ ഔഷധ വിദ്യയുമാണ് ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിലുള്ളത്. കൽക്കണ്ടത്തിൻ്റെ മാധുര്യവും കാട്ടുതേനിൻ്റെ ഔഷധം. അതുപോലെ സിദ്ധിനാഥന്റെ സ്വാമി, സിദ്ധിനാഥൻ സ്വാമി കാണുന്ന ഏകദേശം 9 വർഷം എടുത്തിട്ട് മലയാളത്തിലേക്ക് വിവർത്തിച്ച് അദ്ദേഹം പറഞ്ഞൊരു അഭിപ്രായമാണ് കാച്ചിക്കുറുക്കിയ വേദാന്തം. ശ്രീരാമകൃഷ്ണ വചനാമൃതം കാച്ചിക്കുറുക്കിയ വേദാന്തമാണ്. അത് ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമുക്ക് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോകാൻ. ശ്രീരാമകൃഷ്ണ വചനാമൃതത്തെ കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്തവർക്ക് ഇത്തരത്തിലുള്ള ചില അഭിപ്രായങ്ങളൊക്കെ അതിലേക്ക് കടന്നു പോകുവാനുള്ള, കടന്നു കയറാനുള്ള ഒരു വാതിലായിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ അത് സംശയിക്കേണ്ട. നമ്മുടെ ഭക്തന്മാർ അത് അനുഭവത്തിന്റെ തലത്തിലാകുന്നത് ശ്രീരാമകൃഷ്ണ വചനാമൃതം നിത്യജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുമ്പോഴാണ്. ആദ്യത്തെ അധ്യായത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഞാനിവിടെ വായിക്കുന്നത്. ഭക്തി ഉണ്ടാകാനുള്ള ഉപായം. നമുക്കറിയാം, മഹേന്ദ്രനാഥ് ഗുപ്തയാണ് ഇത് ലോകത്തിൽ സമ്മാനിച്ചിട്ടുള്ളത്. മഹേന്ദ്രനാഥ് ഗുപ്ത എഴുതിയ ഈ ശ്രീരാമകൃഷ്ണ വചനാമൃതം, ശ്രീരാമകൃഷ്ണ ലീലാമൃതം, അത് കണ്ടിട്ട് വിവേകാനന്ദ സ്വാമിക്ക് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇത് ഭാവി ലോകത്തിലുള്ള ഒരു അമൃതകുംഭമാണ്. ഈ ഭാവി ലോകത്തിന് ഒരു അമൃതകുംഭം ശ്രീരാമകൃഷ്ണ വചനാമൃതം എന്ന രീതിയിൽ അറിയപ്പെടും എന്ന് വിവേകാനന്ദ സ്വാമി പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഇത് നമ്മൾ പറഞ്ഞു മഹേന്ദ്രനാഥയാണ് എഴുതിയത്. ശാരദാദേവി അത് കണ്ടിട്ട് പറഞ്ഞത്, ശാരദാദേവി മഹേന്ദ്രനാഥ ഗുപ്ത ഇത് വായിച്ചത് കേട്ടിട്ട് പറഞ്ഞത്, ഇത് നീ അല്ല എഴുതിയത്, ഇത് ഭഗവാൻ തന്നെ, ശ്രീരാമകൃഷ്ണൻ തന്നെയാണ് എഴുതിയത്. അതേ ഇത് കേട്ടപ്പോൾ എനിക്ക് ബോധ്യമായി. മഹേന്ദ്രനാഥ ഗുപ്തയുടെ വീട് കൽക്കട്ടയിലുണ്ട്. നിങ്ങളൊക്കെ പോയി കാണാവുന്ന ഒരു സ്ഥലമാണ്. അത് 2 നില വീടാണ്, 2-3 നിലയിൽ. അതിൽ 2ാമത്തെ നിലയിലാണ് മഹേന്ദ്രനാഥ ഗുപ്തയുടെ ഒരു പേഴ്സണൽ മുറിയുള്ളത്. അവിടെ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം ഈ ശ്രീരാമകൃഷ്ണ വചനാമൃതം എഴുതിയത്, ലീലാമൃതം എഴുതിയത്. ആ സമയത്ത് പല ഭക്തന്മാരും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെയും പറഞ്ഞത് അദ്ദേഹം വാതിൽ അടച്ചിട്ട് ആരോടൊക്കെയോ സംസാരിക്കുകയും എന്നിട്ടാണ് ഈ ശ്രീരാമകൃഷ്ണ വചനാമൃതത്തെ ലോകത്തിൽ നിർത്തിയിട്ടുള്ളത്. അത് ആരോടൊക്കെയോ സംസാരിച്ചു എന്നതിന് പകരം നമ്മൾ ശാരദാദേവിയുടെ വാക്കുകളിലൂടെ അതിനെ മനസ്സിലാക്കുന്നതായി കേട്ടിട്ടുണ്ട്. ശ്രീരാമകൃഷ്ണനെ നമുക്ക് കാണാം. ഈ ശ്രീരാമകൃഷ്ണ വചനാമൃതം എന്നത് അവിടെ അന്നുണ്ടായിരുന്ന എല്ലാ ഭക്തന്മാരുടെയും അനുഭവം ആ മുറിയിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കി. ഒരു ഗോവണി വഴി നമുക്ക് ആ മുറിയിലേക്ക് കയറുവാൻ സാധിക്കും.
അത് കടിയിലാണ് പറഞ്ഞിരിക്കുന്നത്. മഹേന്ദ്രനാഥ സാന്നിധ്യം മുഴുവൻ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് കെട്ടിടം. ഇപ്പോഴത് ശ്രീരാമകൃഷ്ണാശ്രമമായി മാറിക്കഴിഞ്ഞു. ഏവർക്കും സന്ദർശിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ മഹേന്ദ്രനാഥ ഗുപ്ത ശ്രീരാമകൃഷ്ണനോട് ചോദിക്കുകയാണ്, സവിനയ ഈശ്വരനെ എങ്ങനെ മനസ്സ് നിർത്തും? ശ്രീരാമകൃഷ്ണനെ മറുപടി പറയുകയാണ്, സർവദാ ഈശ്വരന്റെ നാമം ജപിക്കുകയും ഗുണം കീർത്തിക്കുകയും വേണം. കൂടാതെ സത്സംഗം ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഈശ്വര ഭക്തന്മാരുടെയും സജ്ജനങ്ങളുടെയും അടുക്കൽ പോകണം. മനസ്സ് രാപകൽ സംസാരത്തിനെങ്കിലും അതിലെ വിഷയങ്ങളിലും കാര്യങ്ങളിലും മുഴുകിയിരുന്നാൽ അത് ഈശ്വരനെ അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് വിചാരത്തിൽ പോയി ഈശ്വരചിന്ത ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. ആദ്യകാലത്ത് ഇടയ്ക്ക് വിചാരത്തിൽ വസിച്ചില്ലെങ്കിൽ മനസ്സ് ഈശ്വരനിൽ നിർത്താൻ വളരെ പ്രയാസമാകും. മരം തനിയായിരിക്കുമ്പോൾ ചുറ്റും വേര് കെട്ടണം. വേര് കിട്ടിയില്ലെങ്കിൽ ആടുമാട് എന്ന് പറയും. ഇതൊക്കെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് അനുഭവ തലത്തിലുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് ശ്രീരാമകൃഷ്ണൻ അഭിസംബോധന ചെയ്യുന്നത്. അത് അനുഭവമാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഈ രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെയും ഭഗവാന്റെ നാവിൽ നിന്ന് വരുന്നത്. സാധാരണ നമ്മൾ കേൾക്കാറുള്ള കാര്യങ്ങളൊക്കെ, അതായത് നമ്മളുടെ ഒരു പരിവർത്തനം ഉണ്ടാകണം. നമ്മുടെ ആന്തരിക തലത്തിലേക്ക്, മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് നമുക്ക് നടന്ന് കയറാൻ സാധിക്കും. അപ്പോൾ മാത്രമേ ഈ വചനപ്രബന്ധത്തെ അനുഭവവേദ്യമാക്കാൻ സാധിക്കൂ എന്നുള്ളത് ഈ നമ്മളിപ്പോൾ വായിച്ച ആ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈശ്വരനെ എങ്ങനെ മനസ്സിലാക്കി. ഇതൊക്കെ സാധാരണമായൊരു കാര്യമല്ല. ഒരാൾ കേൾക്കാൻ ഇടയുള്ള ഒരു കാര്യമാണ്. എങ്ങനെ മനസ്സിലാക്കിച്ചുള്ളൂ അതിനുള്ള ഉപായം. അപ്പൊ ഈ ഒരു പരിവർത്തനം നമ്മളിൽ ഉണ്ടാവേണ്ടതുണ്ട്. മനസ്സിലോ മൂലയിലോ വലത്തിലോ വേണം ധരിക്കാൻ. സർവദാ സത്സം വിചാരം ചെയ്യണം. ഈശ്വരൻ മാത്രം സത്ത്, നിത്യവസ്തു, ബാക്കിയൊക്കെ അസത്യം, അനിത്യം. ഇങ്ങനെ വിചാരം ചെയ്ത് അനിത്യ വസ്തുക്കളെ മനസ്സിൽ നിന്ന് അകറ്റണം. ഗൃഹസ്ഥ സന്യാസം ഉപായം. നിർജ്ജന ദുരിതസാധനം. മാസ്റ്റർ വിനയപുരസൻ ശ്രീരാമകൃഷ്ണനോട് ചോദിക്കുകയാണ്, ലോകത്തിൽ എങ്ങനെ വേണം ജീവിക്കാൻ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ സാധാരണ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ വേണം ഈ ലോകത്തെ കാണാൻ, എങ്ങനെ വേണം ആ ലോകത്തിൽ ജീവിക്കാൻ എന്നൊരു പ്രധാനപ്പെട്ട കാര്യത്തെയാണ് ഇവിടെ ചോദ്യമായിട്ട് മാസ്റ്റർ മഹാശ്രീ മഹേന്ദ്രനാഥ ഗുപ്ത ഇവിടെ നമ്മൾ മുന്നിൽ. ഇതൊക്കെയും നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം ഈ മാസ്റ്ററുടെ രൂപത്തിൽ അല്ലെങ്കിൽ മറ്റ് ഭക്തന്മാരുടെ രൂപത്തിലൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മളുടെ ആവശ്യം തന്നെയാണ്. ഒരു ജീവന്റെ ആത്യന്തികമായ ആവശ്യങ്ങൾ തന്നെയാണ് ഭക്തന്മാരുടെ ചോദ്യങ്ങളായിട്ട് ഇവിടെ വരുന്നത്. ഏതെല്ലാം തരത്തിലുള്ള ഭക്തന്മാരാണ് ശ്രീരാമകൃഷ്ണന്റെ അടുത്ത് വരാറുള്ളത്? ഭക്തന്മാർ മാത്രമല്ല, സാധാരണ ആളുകൾ, കൂട്ടുകാരും മുതൽ ചെരിക്കുകൾ മുതൽ പണ്ഡിതന്മാരും, അതുപോലെ തന്നെ ജിജ്ഞാസയുടെ യുവാക്കളും, അതുപോലെ തന്നെ ചിന്തകന്മാരും ഒക്കെ ആ ശ്രീരാമകൃഷ്ണദേവന്റെ അടുത്തേക്ക് വരാത്ത
ഏത് തുറയിൽപ്പെട്ട ആളുകളാണ് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് ഇത് ലോകത്തിന്റെ മുഴുവൻ അനുഗ്രഹമാണ്. ലോകത്തിന്റെ അനുഗ്രഹം ഏതൊരാൾക്കും ഏത് രീതിയിലുള്ള സംശയങ്ങൾക്കും ഒരു ഉത്തരമുണ്ട്. അത് സാധാരണ സംശയങ്ങൾ മുതൽ ഒരു ജീവന്റെ ആത്യന്തികമായ ആവശ്യത്തെ നിറവേറ്റാൻ പര്യാപ്തമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശ്രീരാമകൃഷ്ണ അവതരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്? എങ്ങനെയാണ് ജീവിക്കേണ്ടത്? വേറെ എല്ലാം ചെയ്യുക, പക്ഷെ മനസ്സിൽ ഈശ്വരനെ വിളിക്കുക. ഇത് വളരെ സിമ്പിളായ ഒരു കാര്യമായിട്ട് ലളിതമായിട്ട് നമുക്ക് തോന്നിയേക്കാം. എന്താണ്? വേറെ എല്ലാം ചെയ്യുക, മനസ്സ് ഈശ്വരനെ വിളിക്കുക. നമ്മളൊന്ന് അഭ്യസിക്കുമ്പോഴാണ് മനസ്സിലാക്കുക അത് എത്ര ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ഭാര്യ, പുത്രൻ, അച്ഛൻ, അമ്മ സർവ്വരോടും വസിക്കുക, അവർക്ക് സേവ ചെയ്യുക, സ്വന്തം ആളുകളെന്ന പോലെ എല്ലാവരോടും പെരുമാറുക. എന്നാൽ അവർ നിന്റെ ആരുമല്ലെന്ന് ഉള്ളിൽ അറിയുകയും ചെയ്യുക. ഇതെത്ര ലളിതമാണ്. ഇത് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു കൊച്ചുകുട്ടി പോലും ഇല്ലാത്തത് ഞാൻ പറയാൻ സാധിക്കും. ഈ ഭഗവത്ഗീതയിലൊക്കെ കർമ്മയോഗം എന്ന നിലയിൽ പറയുന്ന ആ കാര്യത്തെ ഇത്രയും ലളിതമായ ഭാഷയിൽ പറയാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കത്തക്ക രീതിയിലുള്ള ഒരു ശൈലിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അതായത് ഒരു വീട്ടുകാരൻ്റെ ഇടത്ത് ജോലി ചെയ്യുന്ന വേലക്കാരൻ ആ വീട്ടുകാരുടെ കുട്ടിയെ കൃഷ്ണ രാമ എന്ന് വിളിച്ച് ലാളിക്കുകയും സ്വന്തം പോലെ കരുതുകയൊക്കെ ചെയ്യും. പക്ഷേ ആ വേലക്കാരിക്കറിയാം ഈ കുട്ടികൾ എൻ്റെ ആളല്ല, എൻ്റെ കുട്ടി വീട്ടിലിരിക്കണം, എൻ്റെ ഗ്രാമത്തിലെ വീട്ടിൽ സ്വസ്ഥമായിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ വേണം നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ. ഈശ്വരൻ്റെ ഇതുപോലെ കരുതി ഈശ്വരന് വേണ്ടി നമുക്ക് ജീവിക്കാൻ പര്യാപ്തമായ മനസ്സാണ് രൂപപ്പെടുത്തിയിരിക്കേണ്ടത്. അപ്പോൾ മാത്രമേ സ്വസ്ഥത, ശാന്തി നമുക്ക് കൈവരിക്കാൻ സാധിക്കുള്ളൂ എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അതിവരാരും അല്ല എന്നുള്ള ഒരു ബോധ്യം ഉള്ളിൽ വേണം. വലിയ ആളുകളുടെ വീട്ടിലെ വേലക്കാരി സകല ജോലികളും ചെയ്യുന്നു, എന്നാൽ നാട്ടിൻപുറത്തുള്ള തന്റെ വീട്ടിലേക്ക് മനസ്സ് പണ്ടുകൊണ്ടേയിരിക്കും. അവൾ യജമാനന്റെ കുട്ടികളെ സ്വന്തം മക്കളെ വളർത്തുകയും ചെയ്യും. എൻ്റെ മകൻ, എൻ്റെ ഹരി എന്നൊക്കെ പറയും. എന്നാൽ അവർ തൻ്റെ ആരുമല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലതുപോലെ അറിയുകയും ചെയ്യും. ഇതിന് ഒരു ഉദാഹരണം ശ്രീരാമകൃഷ്ണൻ പറയുന്നു. ആമ വെള്ളത്തിൽ ചുറ്റിത്തിരിക്കുന്നു, എന്നാൽ അതിൻ്റെ മനസ്സ് എവിടെയാണെന്ന് അറിയാമോ? കരയ്ക്ക് അതിൻ്റെ മുട്ട കിടക്കുന്നത്. ലോകത്തിലെ കൃത്യങ്ങളൊക്കെ ചെയ്യണം, എന്നാൽ മനസ്സ് ഈശ്വരൻ. എന്ത് ചെയ്താലും ശരി മനസ്സ് ഈശ്വരന് കൊടുക്കാൻ സാധിക്കണം. അങ്ങനെയൊരു മനസ്സിനെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിച്ചാൽ ഈ ലോകത്ത് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മുക്തമായിട്ട് ജീവിക്കാൻ സാധിക്കും. എല്ലാ ദുരിതങ്ങളെയും ഒഴിവാക്കാനുള്ള ഒരേയൊരു മാർഗം അതാണ് എന്ന് ശ്രീരാമകൃഷ്ണൻ വീണ്ടും വീണ്ടും നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്ക് ഈ ഒരു ചെറിയ പാരഗ്രാഫിൽ വായിച്ചു നിർത്താം. ഈശ്വരനിൽ ഭക്തി നേടാതെ സംസാരത്തിൽ പ്രവേശിച്ചാൽ അതിൽ കൂടുതൽ കുട്ടിക്കും അതിനെ ആപത്ത്, സങ്കടം, സന്താപം ഇവയ്ക്ക് അടിപ്പെട്ടു. വിഷയചിന്ത ചെയ്യുമ്പോഴും അതിൽ ആസക്തി വർദ്ധിക്കും. കയ്യിൽ എണ്ണ വെട്ടിയിട്ട് വേണം ചക്രം വയ്ക്കാൻ, അല്ലാത്ത പക്ഷം മുളഞ്ഞു നൽകും. ആദ്യം ഈശ്വരഭക്തിയാകുന്ന എണ്ണ കയ്യിൽ പുരട്ടിയിട്ട് വേണം ദൗർകാര്യങ്ങളിൽ കഴിയാൻ. ഇതൊക്കെ ഏറ്റവും ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ്. വിശദീകരണം ആവശ്യമില്ലാത്ത ശ്രീരാമകൃഷ്ണൻ പറയുന്ന ഈ ഉദാഹരണങ്ങളൊക്കെ
ഒരു കൊച്ചു കുട്ടിക്കും മനസ്സിലാകാൻ സാധിക്കുന്ന രീതിയിലുള്ള ഇതിനപ്പുറം ഇതിനെ എഴുതാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. പാശ്ചാത്യ ചിന്തകന്മാരെ പറയുന്നത് ഈ ബൈബിളാണ് ഏറ്റവും ലളിതമായിട്ട് ഈ ഇത്തരത്തിലുള്ള ആധ്യാത്മിക ചിന്തയെ വിശദീകരിച്ചതെന്നാണ്. എന്നാൽ ശ്രീരാമകൃഷ്ണ നമുക്ക് ഇറങ്ങിയ ശേഷം അങ്ങനെ ഒരു അഭിപ്രായം പറയും. ഇതിനപ്പുറം ലളിതമാക്കാൻ വേദാന്ത തത്വങ്ങൾ ലളിതമാക്കാൻ സാധിക്കില്ല എന്നുള്ള ബോധ്യവും കൂടി നമുക്കിരിക്കുകയാണ്. അപ്പോൾ ഇതിനപ്പുറം ഒരു അനുഗ്രഹം ലോകത്തിന് കിട്ടാനില്ല എന്നുള്ള ഒരു വലിയ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് വേദാന്ത സ്വാമികൾ പറഞ്ഞത് ഇത് ലോകത്തിന് കിട്ടിയ അമൃത സംഭവമാണ്. അതുകൊണ്ട് തന്നെ ശ്രീരാമകൃഷ്ണ വചനാമൃതം നിത്യപാരായണത്തിൽ ഉപയോഗിക്കേണ്ടത് ഏതൊരു ശ്രീരാമകൃഷ്ണ ഭക്തന്റെയും ദൗത്യമായിരിക്കണം. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് ഏത് ശ്രീരാമകൃഷ്ണ ഭക്തന്റെയും ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട ഒരു കാര്യമായിരിക്കും എന്നതാണ് എനിക്കിവിടെ പറയാനുള്ളത്. അത് നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങൾക്കും മറുപടിയായിരിക്കും. നമുക്ക് വ്യക്തിപരമായ അനുഭവമാണ്. എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ടാൽ അന്നത്തെ ശ്രീരാമകൃഷ്ണ വചനാമൃത പാരായണത്തിൽ അതിന് ഉത്തരം കിട്ടി തീർച്ചയായും. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇതൊരു മാജിക്കൽ ടെക്സ്റ്റ്. ഇത് വായിച്ച് അനുഭവത്തിലെത്തി മനസ്സിലാക്കേണ്ട കാര്യം. ആദ്യം കൂടെ അഭിപ്രായങ്ങളൊക്കെ പല മഹാത്മാക്കളും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ഉള്ളിൽ ഉള്ളിലേക്ക് കയറാനുള്ള വെളിപ്രവമായ ടിപ്സുകളുമാണ്. അതിനുള്ളിലേക്ക് കടന്ന് നമുക്ക് പൂജ ചെയ്യാൻ സാധിക്കും. അതിന് നമുക്ക് ഈശ്വരനെ അനുഭവപ്പെടുത്താൻ സാധിക്കണം. ശ്രീരാമകൃഷ്ണനെ അനുഭവപ്പെടുത്താൻ സാധിക്കണം. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് അനുഭവ തലത്തിൽ എത്തുമ്പോൾ മാത്രമേ ശ്രീരാമകൃഷ്ണ വചനാമൃതം നിത്യപാരായണത്തിൽ ഉപയോഗിക്കേണ്ട ആവശ്യത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമായിരിക്കണം. അത്തരത്തിലൊരു ആവശ്യം നിങ്ങൾക്ക് മനസ്സിൽ ഉണ്ടാകണമെങ്കിൽ ഈ അനുഭവം വരണം. ഇതൊരു അംശം കൂടി വരണം. ആ അനുഭവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ആനന്ദ കമ്പോളമാക്കി മാറ്റാൻ സാധിക്കും. ശ്രീരാമകൃഷ്ണൻ പറയുന്ന ഒരു വലിയ ആകർഷണമായ ഏത് മനുഷ്യരാശികളെ ഏതൊരു വ്യക്തിയെയും ആകർഷിക്കാൻ കഴിയാത്ത ഒരു വാക്കാണ് ആനന്ദ കമ്പോളം. ജീവിതത്തെ ആനന്ദ കമ്പോളമാക്കി മാറ്റാൻ വലിയൊരു വഴിയാണ്. ഒരു വഴിയും ജീവിതത്തെ ആനന്ദമയമാക്കാൻ ഇല്ല എന്നുള്ളതാണ് നമുക്ക് അത്തരം വഴികളിലൂടെ കടന്നു പോകുമ്പോൾ ബോധ്യമാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ വേദാന്തത്തിന് തന്നെ പ്രയോജനമായിട്ട് പറയുന്നത് ആത്യന്തിക ദുഃഖങ്ങൾക്ക് പരമാനന്ദ പ്രാപ്തി. നിങ്ങൾക്ക് എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും മോചനം കിട്ടും. ഇതാഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? നമ്മളൊക്കെ ജീവിക്കുന്നതിന് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും പരമാനന്ദ പ്രാപ്തി. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മളൊക്കെയും പ്രയത്നിച്ചുകൊണ്ടിരിക്കും. അറിഞ്ഞോ അറിയാതെ അതിനെയാണ് ശ്രീരാമകൃഷ്ണ ആനന്ദ കമ്പോളം എന്നുള്ള ഒറ്റ വാക്കിലൂടെ ഒതുക്കി പറയുന്നത്. ഈ ഒരു ആകർഷണ വലയത്തിലേക്കാണ് മിക്കവാറും ശ്രീരാമകൃഷ്ണ ഭക്തന്മാരെ വന്നു ചേർത്തിട്ടുള്ളത്. ആ ആനന്ദ കമ്പോളത്തെ അനുഭവപ്പെടുത്തുവാനുള്ള ഒരു വഴിയാണ് ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവന്റെ അമൃതമക്കൾ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കേണ്ടത് ഏതൊരു ശ്രീരാമകൃഷ്ണത്തിൻ്റെയും ധാരണയാണ്. അത് അനുഭവത്തിൻ്റെ തലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വിശദീകരണങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. ശ്രീരാമകൃഷ്ണ വചനാമൃതം വായിക്കുമ്പോൾ അതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഇത് ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയിലാണ്
അത്തരത്തിലൊരു സംഭാഷണമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അനുഭവപ്പെടുത്തുകയും അത്തരത്തിൽ അനുഭവം ഉണ്ടാകാൻ ഏവർക്കും ശ്രീരാമകൃഷ്ണൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീരാമകൃഷ്ണ.